കടക്കലമ്മ തിരുമുറ്റത്ത് എമ്മാടിത്തം കാണിച്ച ഭരണസമിതി ചർച്ചകളെ ബിജെപി പറയുന്നു ഹിന്ദുക്കൾക്കെതിരെ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം കേൾക്കാമെങ്കിൽ കേട്ടോളൂ കടക്കലമ്മേ വെല്ലുവിളിച്ച് ഹിന്ദു ജനതയെ വെല്ലുവിളിച്ച് രാഷ്ട്രീയത്തെ തിരികെ കെട്ടിയ അമ്മാടികളെ കേട്ടോളൂ ബിജെപി പറയുന്നു സൂചനയാണ് ഈ സമരം സൂചനയാണ് ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം കടക്കലമ്മയെ അപമാനിച്ച ഹിന്ദുത്വത്തെ അപമാനിച്ച രാഷ്ട്രീയത്തെ വലിച്ചിഴച്ച ഭരണസമിതി രാജിവെക്കും തുലയട്ടെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന് വിരുദ്ധമായി നിന്നുകൊണ്ട് ഒരുപറ്റം സഖാക്കന്മാർ അവരുടേതായ സഖാക്കന്മാരുടെ വേദിയാക്കി മാറ്റാൻ ശ്രമിച്ചുവെങ്കിൽ ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും ഈ സഖാക്കന്മാർക്ക് ചുട്ട മറുപടി കൊടുക്കുമെന്ന് യാതൊരു സംശയവുമില്ല എന്ന് പറയാൻ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക. അവരുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരന്റെ കണ്ണൂരിലെ അവസ്ഥ എന്തായിരുന്നു എന്ന് പരിശോധിക്കണം. അത് ഈ അവസ്ഥ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു കടയ്ക്കൽ വളരെ താമസമില്ലാതെ തന്നെ ഈ കടയ്ക്കൽ മണ്ണിൽ നിന്ന് മാർക്സിസ്റ്റുകളുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ സജ്ജമാകും. ആരാധനാ സ്വാതന്ത്ര്യത്തിനും കടയ്ക്കൽ കൂച്ചുവിലങ്ങുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള മാർക്സിസ്റ്റ് ഗുണ്ടകളെ തുരത്തുവാൻ വേണ്ടി സദാ സന്നദ്ധം. ഇവിടെ നടന്ന ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് മരിച്ചുപോയ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ച പാട്ട്, അതിനോടൊപ്പം ആ സ്റ്റേജിൽ SFIയുടെയും DYFIയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ചിഹ്നങ്ങളിൽ കൊടികൾ ഒക്കെ വിശാലമായി കാണിച്ചുകൊണ്ടൊരു പാർട്ടി പരിപാടി എങ്ങനെയാണോ നടത്തുന്നത് അതേപോലെ കടക്കലമ്മയുടെ തിരുമുറ്റത്ത് വെച്ച് ചോദിക്കുന്നതിന് പകരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടുചെന്ന് കടക്കലത്തെ സഖാക്കന്മാരും നേതാക്കന്മാരും ഇതേ പാട്ട് ആ ചങ്കില്ലാത്തവൻ കേൾക്കത്തക്കവണ്ണം ആ പാട്ട് പാടി കേൾപ്പിക്കണം. ഈ പുഷ്പനെ അറിയാമോ സഖാക്കളെ എന്ന് ചോദിക്കണം. അല്ലാതെ അമ്പലത്തില് ഉത്സവം കാണാൻ വന്ന നമ്മളോടല്ല പുഷ്പനെ അറിയാമോ. അവനെ വഞ്ചിച്ച് കൊന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികളെയും വഞ്ചനയിൽപ്പെട്ടും ചതിയിൽപ്പെട്ടും ഒന്നും നേടാൻ പോയവരല്ല. അവരെയൊക്കെ പറ്റിച്ചു കൊന്നതാണ്. ഇപ്പൊ അങ്ങനെ പറ്റിച്ചു കൊന്ന ഈ കടയ്ക്കലത്തെ മഹാരാജ്യത്ത് താമസിക്കുന്ന സഖാക്കന്മാരും നേതാക്കന്മാരും ഈ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പിണറായി വിജയനും അപ്പമില്ലാത്ത അപ്പം ഗോവിന്ദനും കേൾക്കത്തക്കവണ്ണം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ചെന്ന് പാടാനുള്ള ചങ്കൂറ്റം ഈ കടയ്ക്കലത്തെ സഖാക്കൾക്കുണ്ടെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം പുഷ്പനെ അറിയാമോ എന്നുള്ളത്. അതുകൊണ്ട് കാലം മാറിപ്പോയി, ഇതൊക്കെ മറന്നുപോയി. ജനം ഇവിടെ ഉള്ളവരൊക്കെ മറവി രോഗം ബാധിച്ചവരാണെന്ന് കടയ്ക്കലത്തെ സഖാക്കൾ വിചാരിക്കുന്നത് അത് തെറ്റാണ്. ഇത് ജനങ്ങളുടെ മുന്നിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന BJP ആ ഓർമ്മപ്പെടുത്തലിൽ കൂടി BJP മുന്നോട്ട് വരും. ക്ഷേത്രങ്ങളിലൊക്കെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ഹൈന്ദവ വീതി ഉയർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് വരുമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു പ്രതിഷേധ യോഗം നടത്തിയതിൻ്റെ കാരണങ്ങളെപ്പറ്റി സദസ്യർ ഇവിടെ വിവാദിക്കുകയുണ്ടായി. നമുക്കറിയാം, ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാറും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ യോഗം ഇവിടെ നടത്തുവാനുണ്ടായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയുന്നത് പോലെ കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര നാളിൽ ഇവിടെ ഒരു പാർട്ടിയുടെ ആസ്ഥാനമായിട്ട് ഈ ക്ഷേത്രത്തെ കണക്കാക്കിക്കൊണ്ട് അവിടെ പാർട്ടിയുടെ DYFIയുടെ സമ്മേളനം അല്ലെങ്കിൽ പാർട്ടിയുടെ സമ്മേളനം എന്ന രീതിയിൽ ഈ ദേവീക്ഷേത്രത്തെ അലങ്കോലമാക്കിയതിൻ്റെ പ്രതിഷേധമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാറും ഇത്തരത്തിൽ ഇവിടെ ഒരു പ്രതിഷേധം നടത്തിയിട്ടുള്ളത്.
നമുക്കറിയാം ഇന്ന് മാധ്യമങ്ങളിൽ കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയുന്നു ശക്തമായ നടപടി